കുരുക്ഷേത്രം. അവിടെ സത്യവാൻമാർക്കും രക്തം ചോരുന്നു. അവിടെ ഓരോ ഗുണവും പരീക്ഷിക്കപ്പെടുന്നു. ഓരോ ന്യായവുമെല്ലാം ദുഃഖത്തിലും കോപത്തിലും പൊട്ടിപ്പടരുന്നു. ധർമ്മസ്യ തത്വം നിത്യം ഗുഹ്യം. ധർമ്മത്തിന്റെ സാരം എന്നേക്കുമായി മറഞ്ഞിരിക്കുന്നു. ന്യായം കോപത്തിൽ മങ്ങിയിരിക്കുന്നു. മാനഭാവം പ്രതിജ്ഞകളുടെ കീഴിൽ മുങ്ങിപ്പോയിരിക്കുന്നു. സത്യം വാളിന്റെയും മൗനത്തിന്റെയും പ്രതിധ്വനിയിൽ നഷ്ടമായിരിക്കുന്നു. ഇത് ഹത്തിനും പാപത്തിനുമിടയിലെ യുദ്ധമല്ല. ഇത് ഓരോ മനുഷ്യനും തന്നെ ചോദിക്കേണ്ട യുദ്ധമാണ്. ഇവൻ ശരിയാണെന്നല്ല, രണ്ടുപേരും തെറ്റായിരിക്കുമ്പോൾ എന്താണ് ശേഷിക്കുന്നത് എന്നതാണ് പ്രധാനമായത്. ദൃശ്യവും 7. യോദ്ധാവിന്റെ ധ്യാനം. ഭൂരിശ്രവസ് പൊടിയിൽ മുട്ടുകുത്തുന്നു. വിട്ടിക്കെടുത്ത കൈ നിലാവിൽ കനിഞ്ഞുകൊണ്ട് ഭൂമിയിൽ ചോരയൊഴിക്കുന്നു. അവന്റെ വാൾ സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. വേദനയുടെ ഒരു ചുവലുമില്ല, യാചനയില്ല, അഹങ്കാരമില്ല. ഉണ്ട് വെറുമൊരു മനുഷ്യൻ, നിശ്ചലമായി തകർന്നും ശാന്തവുമായി നിലകൊള്ളുന്നത്. അവൻ കഴിഞ്ഞേനേം പക തേടാൻ മുന്നോട്ട് ചവിട്ടാൻ. അവൻ ആകാശത്തെ ശപിക്കാമായിരുന്നു, ആത്മഗതിയോടെ മരണത്തെ നേരിടാമായിരുന്നു. പക്ഷേ അവൻ മൗനം തിരഞ്ഞെടുത്തു. അവൻ കീഴടങ്ങൾ തിരഞ്ഞെടുത്തു. തിരക്കുള്ളിലല്ല, പക്ഷേ അതിനേക്കാൾ ഉയർന്നതുമായി ഒരു സത്യത്തിനു മുമ്പിൽ. ഭൂരിശ്രവസ് തന്റെ ശേഷിച്ച കൈ കൂപ്പിയിടുന്നു. കാറ്റ് നിലയ്ക്കുന്നു. യുദ്ധത്തിന്റെ ഒച്ച മൗനത്തിലേക്ക് ചിരകരുന്നു. അട്ടപ്പ നിമിഷത്തിൽ അവൻ ഇനി ഒരു കൗരവനല്ല, ഒരു രാജകുമാരനല്ല, ഒരു യോദ്ധാവുമല്ല. അവൻ വെറുമൊരു ആത്മാവാണ്. പദവികളും കോപവും പ്രതികാരവും ഒഴിഞ്ഞു നിലകൊള്ളുന്നവൻ. അവൻ ക്ഷമ തേടിയില്ല, അവൻ മോചനമാണ് തേടിയത്. യുദ്ധത്തിൽ ഏറ്റവും വലിയ ശത്രു ഉള്ളിലാണ്. ഒരു ശ്വാസം പോലുമില്ലാത്ത ആ നിമിഷത്തിൽ കുരുക്ഷേത്രം നിശ്ചലമായി നിന്നു. പോലെ ദേവന്മാരുടെ വിധിയും പിന്നോട്ടടച്ചുപൂട്ടിയതുപോലെ. ദൃശ്യവും 8. ക്ഷമിക്കപ്പെടാത്ത പ്രതിജ്ഞ. സത്യകി അത്ഭുതിച്ച് ഉണരുന്നു. കണ്ണുകൾ ചുവന്നിരിക്കുന്നു, ശ്വാസം തകർന്നിരിക്കുന്നു. അവന്റെ മുന്നിൽ ഭൂരിശ്രവസ് മൗനത്തിൽ മുട്ടുകുത്തി. വാളില്ല, കോപമില്ല, ഉണ്ട് വെറും കൂപ്പിയിട്ട കൈകൾ. നോട്ടം ഉള്ളിലേക്കു തിരിഞ്ഞ ഒരു മുഖം. വിജയത്തിനും തോൽവിക്കും അപ്പുറം എന്തെങ്കിലുമൊക്കെ നോക്കുന്നവൻ. യുദ്ധഭൂമിയിൽ ശ്വാസം പിടിച്ചിരിക്കുന്നു. പക്ഷേ സത്യകിയുടെ ഉള്ളിൽ ഒരു പുകമറയായ കോപം വീണ്ടും ജ്വലിക്കുന്നു.